ഹലോ ഫ്രണ്ട്സ്, GK മലയാളത്തിലേക്ക് സ്വാഗതം. 2024 ഡിസംബർ 22 മുതൽ 31 വരെയുള്ള ആനുകാലിക വിവരങ്ങൾ. 2024 കേരള നിയമസഭാ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആര്? 2024 കേരള നിയമസഭാ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ഉത്തരം M. മുകുന്ദൻ. കലാ, സാഹിത്യം, സാംസ്കാരിക മേഖലകളിലെ സമഗ്ര സംഭാവനകൾക്ക് നിയമസഭ നൽകുന്ന പുരസ്കാരമാണ് ഇത്. ഫിഫ ദ ബെസ്റ്റ് ഫുട്ബോൾ അവാർഡിൽ 2024 മികച്ച പുരുഷ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? ഉത്തരം ബ്രസീലിൻ്റെ വിനീഷ്യസ് ജൂനിയർ. ഫിഫ ദ ബെസ്റ്റ് ഫുട്ബോൾ അവാർഡിൽ മികച്ച വനിതാ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഐറ്റാന ബോൺമാറ്റി. സ്പെയിനിൻ്റെ ഐറ്റാന ബോൺമാറ്റി. തുടർച്ചയായി 2ാം തവണയാണ് ഐറ്റാന ബോൺമാറ്റി മികച്ച വനിതാ താരത്തിനുള്ള ഫിഫ പുരസ്കാരം നേടുന്നത്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ പുതിയ ലൊക്കേഷൻ കോഡ് എന്താണ്? വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ പുതിയ ലൊക്കേഷൻ കോഡ് ഉത്തരം INTRV 01. INTRV 01. ഇന്ത്യയുടെയും തിരുവനന്തപുരം ജില്ലയുടെയും ചുരുക്കെഴുത്താണ് INTRV 01. നെയ്യാറ്റിൻകര താലൂക്കിലാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ. മലയാളത്തിൻ്റെ സാഹിത്യ സാംസ്കാരിക രംഗത്തെ മഹാപ്രതിഭയായ MT വാസുദേവൻ നായർ അന്തരിച്ചത് എന്ന്? ഉത്തരം 2024 ഡിസംബർ 25. 2024 ഡിസംബർ 25 MT വാസുദേവൻ നായർ അന്തരിച്ചത്. മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ. നിളയുടെ കഥാകാരൻ എന്നാണ് MT വാസുദേവൻ നായർ അറിയപ്പെടുന്നത്. പാലക്കാട് ജില്ലയിലെ കൂടല്ലൂർ ഗ്രാമത്തിലാണ് 1933 ജൂലൈ 15 MT വാസുദേവൻ നായർ ജനിച്ചത്. പത്മഭൂഷൺ, ജ്ഞാനപീഠം, എഴുത്തച്ഛൻ പുരസ്കാരം, വയലാർ പുരസ്കാരം, ചലച്ചിത്ര രംഗത്തെ മികവിനുള്ള രാഷ്ട്രപതിയുടെ സ്വർണ്ണപ്പതക്കം തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. MT വാസുദേവൻ നായരുടെ ആദ്യ നോവൽ പാതിരാവും പകൽ വെളിച്ചവും, നാലുകെട്ട്, കാലം, രണ്ടാമൂഴം, മഞ്ഞ്, അസുരവിത്ത് എന്നിവ MT വാസുദേവൻ നായരുടെ പ്രധാന കൃതികളിൽ ചിലതാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ 9ാമത് അധ്യക്ഷനായി ചുമതലയേറ്റത് ആര്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ 9ാമത് അധ്യക്ഷനായി അടുത്തിടെ ചുമതലയേറ്റത് ഉത്തരം ജസ്റ്റിസ് V. രാമസുബ്രഹ്മണ്യൻ. 2024 ഡിസംബറിൽ അന്തരിച്ച സസ്യങ്ങളുടെ വിജ്ഞാനകോശം എന്നറിയപ്പെടുന്ന വനിത ആര്? 2024 ഡിസംബറിൽ അന്തരിച്ച സസ്യങ്ങളുടെ വിജ്ഞാനകോശം എന്നറിയപ്പെടുന്ന വനിത തുളസി ഗൗഡ. 40,000-ലധികം വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ച തുളസി ഗൗഡ അറിയപ്പെടുന്നത് വൃക്ഷമാത അഥവാ മരങ്ങളുടെ അമ്മ എന്നും കാടിൻ്റെ എൻസൈക്ലോപീഡിയ എന്നുമാണ് അറിയപ്പെടുന്നത്. 2024 ഡിസംബർ 26 അന്തരിച്ച മുൻ പ്രധാനമന്ത്രിയും ലോകപ്രശസ്ത സാമ്പത്തിക വിദഗ്ധനുമായ വ്യക്തി ആര്? 2024 ഡിസംബർ 26 അന്തരിച്ച മുൻ പ്രധാനമന്ത്രിയും ലോകപ്രശസ്ത സാമ്പത്തിക വിദഗ്ധനുമായ വ്യക്തി ഉത്തരം മൻമോഹൻ സിംഗ്. ദേശീയ ഗണിതശാസ്ത്ര ദിനം എന്ന്? ദേശീയ ഗണിതശാസ്ത്ര ദിനം ഡിസംബർ 22. ഇന്ത്യൻ ഗണിതശാസ്ത്രജ്ഞനായ ശ്രീനിവാസ രാമാനുജന്റെ ജന്മദിനമാണ് ദേശീയ ഗണിതശാസ്ത്ര ദിനമായി ആചരിക്കുന്നത്. 1887 ഡിസംബർ 22 ശ്രീനിവാസ രാമാനുജൻ ജനിച്ചത്. 29ാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മികച്ച ചലച്ചിത്രത്തിനുള്ള സുവർണ ചകോരം നേടിയ ചിത്രം ഏത്? 29ാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മികച്ച ചലച്ചിത്രത്തിനുള്ള സുവർണ ചകോരം നേടിയ ചിത്രം ഉത്തരം മലു. മലു എന്ന ബ്രസീലിയൻ ചിത്രത്തിൻ്റെ സംവിധായകൻ പെട്രോ ഫ്രെയർ. ദേശീയ കർഷക ദിനം എന്ന്? ദേശീയ കർഷക ദിനം ഡിസംബർ 23.
ഇന്ത്യയുടെ 5ാമത്തെ പ്രധാനമന്ത്രിയായ ചൗധരി ചരൺ സിംഗിന്റെ ജന്മദിനമാണ് ഡിസംബർ 23. 2024 ഡിസംബർ 23 അന്തരിച്ച പ്രശസ്ത സിനിമാ സംവിധായകൻ ആര്? ഉത്തരം ശ്യാം ബെനഗൽ. കേരളത്തിലെ ആദ്യ ഇ-സ്പോർട്സ് കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ്? ഉത്തരം തലശ്ശേരി. കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിലാണ് കേരളത്തിലെ ആദ്യ ഇ-സ്പോർട്സ് കേന്ദ്രം നിലവിൽ വരുന്നത്. നവീകരണം പൂർത്തിയാക്കി 2024 ഡിസംബറിൽ തീർത്ഥാടകർക്ക് തുറന്നുകൊടുത്ത പ്രശസ്തമായ നോത്രദാം പള്ളി സ്ഥിതി ചെയ്യുന്ന നഗരം ഏത്? ഉത്തരം പാരീസ്. വനിതാ ഹോക്കി ജൂനിയർ ഏഷ്യ കപ്പ് 2024 കിരീടം നേടിയ രാജ്യം? ഉത്തരം ഇന്ത്യ. ചൈനയെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ കിരീടം നേടിയത്. 38ാമത് ദേശീയ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം? ഉത്തരം മൗളി എന്ന മോണൽ പക്ഷി. 2025 ജനുവരിയിൽ ഉത്തരാഖണ്ഡിൽ വെച്ചാണ് 38ാമത് ദേശീയ ഗെയിംസ് നടക്കുന്നത്. ഉത്തരാഖണ്ഡിന്റെ സംസ്ഥാന പക്ഷിയായ മോണലിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് മൗളി എന്ന പേരു നൽകിയത്. പ്രധാനമന്ത്രി എന്ന നിലയിൽ നരേന്ദ്രമോദിക്ക് ലഭിക്കുന്ന 20ാമത്തെ ബഹുമതി? ഉത്തരം ദ ഓർഡർ ഓഫ് മുബാറക് അൽ കബീർ. കുവൈറ്റിന്റെ പരമോന്നത ബഹുമതിയാണ് ദ ഓർഡർ ഓഫ് മുബാറക് അൽ കബീർ. കിടപ്പിലായ രോഗികളുടെയും അവരുടെ കുടുംബങ്ങളുടെയും ജീവിത നിലവാരമുയർത്താൻ ലക്ഷ്യമിടുന്ന ആയുർവേദ സ്വാന്തന പരിചരണ പദ്ധതിയുടെ പേര്? കിടപ്പിലായ രോഗികളുടെയും അവരുടെ കുടുംബങ്ങളുടെയും ജീവിത നിലവാരം ഉയർത്താൻ ലക്ഷ്യമിടുന്ന ആയുർവേദ സ്വാന്തന പരിചരണ പദ്ധതി? ഉത്തരം സ്നേഹധാര. അമേരിക്കയുടെ ദേശീയ പക്ഷിയായി അടുത്തിടെ പ്രഖ്യാപിച്ചത്? ഉത്തരം വെള്ളത്തലയൻ കടൽപ്പരുന്ത്. അമേരിക്കയുടെ ദേശീയ പക്ഷി വെള്ളത്തലയൻ കടൽപ്പരുന്ത് അടുത്തിടെ ഏത് പുരസ്കാരം ലഭിച്ചതായി അവകാശപ്പെടുന്നതിൽ നിന്നാണ് TM കൃഷ്ണയെ സുപ്രീം കോടതി വിലക്കിയത്? ഉത്തരം ചെന്നൈ മ്യൂസിക്കൽ അക്കാദമിയുടെ സുബ്ബലക്ഷ്മി പുരസ്കാരം. 2026 നടക്കുന്ന ICC പുരുഷ T20 ലോകകപ്പിന് ഏതൊക്കെ രാജ്യങ്ങളാണ് സംയുക്തമായി ആതിഥേയത്വം വഹിക്കുന്നത്? ഉത്തരം ഇന്ത്യയും ശ്രീലങ്കയും. 2025 ഇന്ത്യൻ സഞ്ചാരികൾക്ക് വിസരഹിത യാത്ര അനുവദിക്കുന്ന രാജ്യം ഏത്? ഉത്തരം റഷ്യ. പശ്ചിമ ബംഗാളിനെ പൈതൃക വിനോദസഞ്ചാരത്തിന്റെ പ്രധാന കേന്ദ്രമായി പ്രഖ്യാപിച്ച അന്താരാഷ്ട്ര സംഘടന ഏത്? യുനെസ്കോ. ഇന്ത്യൻ അതിർത്തിയിലെ രാജ്യത്തെ ആദ്യത്തെ സൗരോർജ ഗ്രാമം ഏത്? ഇന്ത്യൻ അതിർത്തിയിലുള്ള രാജ്യത്തെ ആദ്യത്തെ സൗരോർജ ഗ്രാമം മസാലി വില്ലേജ്. ഗുജറാത്തിലാണ് മസാലി വില്ലേജ്. 2024 വനിതാ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയ രാജ്യം? ഉത്തരം ശ്രീലങ്ക. ഫൈനലിൽ ഇന്ത്യയെ പരാജയപ്പെടുത്തിയാണ് ശ്രീലങ്ക കിരീടം നേടിയത്. ഗൂഗിളിന്റെ ഇന്ത്യയിലെ ആദ്യ സേഫ്റ്റി എഞ്ചിനീയറിംഗ് സെന്റർ നിലവിൽ വരുന്നത് എവിടെയാണ്? ഉത്തരം ഹൈദരാബാദ്. US-ന് പുറത്തുള്ള ഗൂഗിളിന്റെ ഏറ്റവും വലിയ ക്യാമ്പസാണ് ഹൈദരാബാദിൽ നിലവിൽ വരുന്നത്. 2024 പുരുഷ ജൂനിയർ ഏഷ്യ കപ്പ് ഹോക്കി കിരീട ജേതാക്കൾ? ഇന്ത്യ. ഫൈനലിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യൻ ഹോക്കി ടീം കിരീടം സ്വന്തമാക്കിയത്. വേദി മസ്കറ്റ്. ഇന്ത്യൻ ജൂനിയർ ഹോക്കി ടീമിന്റെ കോച്ച് PR ശ്രീജേഷ്. BBC-യുടെ 2024 ഏറ്റവും സ്വാധീനവും പ്രചോദനവും നൽകുന്ന 100 വനിതകളുടെ പട്ടികയിൽ ഇന്ത്യയിൽ നിന്നും ഇടം പിടിച്ച 3 വനിതകൾ. ഒളിമ്പിക്സ് ഫൈനലിലെത്തിയ ഇന്ത്യയുടെ ആദ്യ വനിതാ ഗുസ്തി താരമായ വിഘ്നേഷ് ഫോഗട്ട്, പാരമ്പര്യങ്ങളെ തിരുത്തി അവകാശികളില്ലാത്ത മൃതദേഹങ്ങളുടെ സംസ്കാര ചടങ്ങുകൾ നടത്തി സാമൂഹ്യ ശ്രദ്ധ പിടിച്ചുപറ്റിയ വനിതയായ പൂജ ശർമ്മ, മസ്ദൂർ കിസാൻ ശക്തി സംഘടന രൂപീകരിക്കുകയും 2005 ഇന്ത്യയുടെ വിവരാവകാശ നിയമം നടപ്പിലാക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുകയും ചെയ്ത സാമൂഹിക പ്രവർത്തകയായ
അരുണ റോയ് എന്നിവരാണ് BBC-യുടെ 2024 ഏറ്റവും സ്വാധീനവും പ്രചോദനവും നൽകുന്ന 100 വനിതകളുടെ പട്ടികയിൽ ഇന്ത്യയിൽ നിന്നും ഉൾപ്പെട്ടവർ. കേരളത്തിൽ വനിതകൾക്കുള്ള ഫുട്ബോൾ അക്കാദമി സ്ഥാപിച്ചത് എവിടെയാണ്? കേരളത്തിൽ വനിതകൾക്കുള്ള ഫുട്ബോൾ അക്കാദമി സ്ഥാപിച്ചത് ഉത്തരം എറണാകുളം. ഇന്ത്യയിലെ 2024 ഏറ്റവും മികച്ച 5ാമത്തെ പോലീസ് സ്റ്റേഷനായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തെരഞ്ഞെടുത്ത പോലീസ് സ്റ്റേഷൻ ഉത്തരം ആലത്തൂർ പോലീസ് സ്റ്റേഷൻ, പാലക്കാട് ജില്ലയിലെ ആലത്തൂർ പോലീസ് സ്റ്റേഷൻ.